Good afternoon, all. Use എടുത്ത് നോക്കിയോ എല്ലാവരും? എടുത്ത് നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ബാക്കി നിങ്ങൾക്ക് കണ്ടിന്യൂ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാലോ? സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? മിസ് കഴിഞ്ഞ ദിവസം പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് വരെ മിസ് എടുത്തത് അല്ലേ? ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ചാർട്ടിങ്. ചാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പേഷ്യന്റിനെ ആ മെഡിക്കൽ റെക്കോർഡ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അതേപോലെ പേഷ്യൻസിന്റെ വിവരങ്ങൾ നമ്മ മറ്റു റെക്കോർഡ്സുകളിൽ ചാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെ? ഇല്ലേ? ട്രീറ്റ്മെന്റ് ബുക്കില് അല്ലെ? അഡ്മിഷൻ രജിസ്റ്ററിലൊക്കെ നമ്മ പേഷ്യന്റിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്താറില്ലേ? അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലില് OPD വന്ന പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡിലും കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റു റെക്കോർഡ്സുകളിൽ ഏതൊക്കെയാണ് നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫോർമേഷൻ ഇൻ ദ പേഷ്യന്റ് റെക്കോർഡിൽ. എന്താണ് നമ്മ ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫോർമേഷൻസ് എല്ലാം പേഷ്യൻസിന്റെ റെക്കോർഡിൽ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണ്ടേ, രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണ്ടേ? പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച്, അവിടുത്തെ സോഷ്യൽ ഡാറ്റാസ് അല്ലെ, പേര്, ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താറില്ലേ? അപ്പൊ എന്താണ് പേഷ്യൻസിന്റെ റെക്കോർഡില് പേഷ്യൻസിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫോർമേഷൻസ് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് പറയുന്നത് ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ് അല്ലെ, പേഷ്യൻസിനെ എന്നാണ് അഡ്മിറ്റ് ചെയ്തത് ആ ഒരു ടൈം, കൂടാതെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അല്ലെ, പേഷ്യൻസിന്റെ അഡ്രസ്, അവരുടെ പേര്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, കൂടാതെ ആ ഒരു പേഷ്യൻസിന് കംപ്ലൈൻസ് ഓഫ് ദി കൈൻഡ്സ് അല്ലെ, നമ്മുടെ പേഷ്യൻസിന് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സർവീസുകളില് എന്തെങ്കിലും പരാതികളുണ്ട് അല്ലെ, അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ള കംപ്ലൈൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ എനി അലർജീസ് അല്ലെ, നമ്മുടെ പേഷ്യൻസിന് ചിലപ്പോ പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചില ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുമ്പോൾ അലർജീസ് ഉണ്ടാവാറുണ്ട് അല്ലെ? ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ അലർജീസ്? ഇങ്ങനെ ചൊറിഞ്ഞിങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ വൊമിറ്റിങ് വരാം, അല്ലെങ്കിൽ വയറുവേദന വരാം, ഉണ്ടോ? ചിലവർക്ക് ഉണ്ട് അല്ലെ? ചുണ്ടൊക്കെ തടിച്ചു പോത്തു അല്ലെ? ചിലർക്ക് ആകെ ഒരു ചൊറിച്ചില് പോലെ ചുമന്ന കളറില്, പലർക്കും പല രീതിയിലായിരിക്കും അലർജീസ് വരുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ അങ്ങനെയുള്ള അലർജീസ് ഉണ്ടെങ്കിൽ ആ അലർജീസ് ഏത് മരുന്നുകൾ കഴിക്കുമ്പോഴാണ് എന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തണം. കൂടാതെ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു മെന്റൽ സ്റ്റാറ്റസ് അല്ലെ, അവർ ഓക്കെ ആണോ, അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടോ, അവര് എന്തെങ്കിലും സ്ട്രെസ്സിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെയാണോ ആ 2 പോയിന്റും? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് റെക്കോർഡിംഗ് അഡ്മിഷൻ രജിസ്റ്റർ. എന്താണ് ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങള് നമ്മൾ എന്തിലാ റെക്കോർഡ് ചെയ്യണമെന്ന്, രേഖപ്പെടുത്തണമെന്ന്? അഡ്മിഷൻ രജിസ്റ്റർ രേഖപ്പെടുത്തണം. ട്രീറ്റ്മെന്റ് ബുക്കിൽ അല്ലെ, ഓരോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള റെക്കോർഡുകൾ അവർ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ വിവരങ്ങൾ അവർ ഓരോന്നിലാണ് അല്ലെ എഴുതി വെക്കുന്നത്. പേഷ്യന്റിന്റെ ആ ഒരു നമ്പറും പേരും അഡ്രസ്സും എഴുതിയിട്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? എന്താ
ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ട്രീറ്റ്മെന്റ് ബുക്കില് ആ ഒരു പേഷ്യൻസിന് ആ ഒരു നമ്പറിൽ ആ ഒരു ഒ പി നമ്പറിലുള്ള പേഷ്യൻസിന് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക, റിപ്പോർട്ട് ബുക്കിൽ എഴുതുക. നെക്സ്റ്റ് എന്താണ് മെഡിക്കൽ ലീഗൽ കേസസ് അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ കേസസ് MLC രജിസ്റ്റർ, അതായത് നമ്മുടെ ഈ സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും ഇൽനെസ്സോ ഇഞ്ചറീസ് ഒക്കെ വരില്ലേ, നമ്മുടെ പോലീസ് കേസ് ആവാൻ സാധ്യതയുള്ള കേസുകൾ, ആക്സിഡന്റ് പറ്റാ, പോയിസണിങ് പറ്റാ, റേപ്പ് അറ്റംപ്റ്റ് നടത്താം, അല്ലെങ്കിൽ അടിപിടി കേസുകളൊക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അത്തരം കേസുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കോ ലീഗൽ കേസ് എന്നുള്ള രജിസ്റ്ററിൽ അവർ ആ ഒരു പേഷ്യന്റിന്റെ വിവരങ്ങളും ഡേറ്റും എല്ലാം സഹിതം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വല്ല കേസുകളാണെങ്കിൽ എന്തിൽ റെക്കോർഡ് ചെയ്യണം, മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ ആണോ? ചിലപ്പോ എന്താണ് ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസുകൾ ചിലപ്പോ നമ്മ എന്തായാലും എന്ത് ചെയ്യണം, ഡോക്ടറെ അറിയിക്കണം അല്ലെ, ഡോക്ടറെ അല്ല പോലീസിനെ അറിയിക്കണം അല്ലെ. ആക്സിഡന്റ് പറ്റിക്കൊണ്ടുവരുമ്പോൾ, പോയിസണിങ് സംഭവിക്കും, പോയിസണിങ് പറ്റിയിട്ട് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ വാർത്തകങ്ങൾ കയ്യേറ്റങ്ങളൊക്കെ പറ്റി ചെയ്തിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ, അതെന്താണ് പിന്നെ പോലീസും കോടതിയൊക്കെ ആയിട്ടായിരിക്കും അല്ലെ അത് മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് കോർട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മ ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള മെഡിക്കൽ റെക്കോർഡുകൾ, മെഡിക്കൽ ഡീറ്റെയിൽസ് ഹാജരാക്കേണ്ടി വരില്ലേ. ചിലപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഡോക്ടേഴ്സ് ഒക്കെ പോണ്ടി വരില്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കേസുകൾ മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് പറയുന്നത് അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്സ്. എന്താണ് നമ്മുടെ വാർഡില് ഇന്നുള്ള പേഷ്യൻസ് തന്നെ ആയിരിക്കും നാളെ അല്ല അല്ലെ. ചിലപ്പോ ചിലരെ ഡിസ്ചാർജ് ചെയ്തു പോകും, അല്ലെങ്കിൽ പുതിയ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കും അല്ലെ. അപ്പൊ എന്താണ് അപ്ഡേറ്റ് ചെയ്യുക അല്ലെ, വാർഡില് എത്ര രോഗികളുണ്ട്, ആരൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ബെഡുകള് ഖാലി ആയിട്ടുണ്ട് അല്ലെ, empty ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങള് വാർഡ് സെൻസസ് എടുക്കുക. കൂടാതെ നഴ്സസ് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഫിസിക്കൽ അസസ്മെന്റ് റിവ്യൂവിംഗ് സിസ്റ്റം. എന്താണ് നമ്മുടെ പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു ഫിസിക്കൽ അസസ്മെന്റ്, ശാരീരിക വിലയിരുത്തൽ നമ്മുടെ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ ആണോ? നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ രേഖപ്പെടുത്താറുണ്ട് അല്ലെ പേഷ്യൻസിന്റെ ആ ഒരു എന്താണ് നമ്പർ, OP നമ്പറിന്റെ ഉള്ളിൽ ആ ഒരു പേഷ്യൻസിന്റെ നെയിമും അവരുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നമ്മൾ രേഖപ്പെടുത്താറില്ലേ. അവർ എന്ത് അസുഖമായിട്ടാണ് വന്നത് അല്ലെ, അവർക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ട് അല്ലെ, അസുഖവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ രോഗലക്ഷണങ്ങളുണ്ട്, അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെ, അവർക്ക് എവിടെയൊക്കെ പെയിൻ ഉണ്ട്, രേഖപ്പെടുത്താറുണ്ടോ? അപ്പൊ എന്താണ് നമ്മുടെ റിവ്യൂയിങ് സിസ്റ്റം, എന്താണ് സിസ്റ്റത്തിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പേഷ്യൻസിന്റെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ അസസ്മെന്റ് നടത്തുക. ഓക്കെ ആണോ? ഇതെല്ലാം രേഖപ്പെടുത്തുക. നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് കംഫർട്ട് അല്ലെ, എന്താണ് നമ്മുടെ പേഷ്യൻസിനെ ആശ്വാസം നൽകുക അല്ലെ. അപ്പൊ ആ ഒരു പരിചരണ സമയത്ത് നമ്മൾ പേഷ്യൻസിനെ കംഫർട്ട് ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ചിലപ്പോ ഇപ്പൊ നമ്മൾ ബെഡിൽ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നതാവാം, ബെഡ് ഉയർത്തി വെക്കുന്നതാവാം, അല്ലെങ്കിൽ പേഷ്യൻസിനെ നേരെ കിടത്തുന്നതാകാം, അല്ലെങ്കിൽ ചാരി കിടത്തുന്നതാകാം, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ചിരിച്ചു കിടത്തി കഴിഞ്ഞാൽ അവർക്ക് കംഫർട്ട് കിട്ടും എന്നുള്ള കാര്യമാവാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ അവർക്ക് ഇപ്പൊ എവിടെയെങ്കിലും വേദനയുണ്ട്, പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പെയിൻ റിലീഫ് ചെയ്യാനായിട്ട് മരുന്നുകൾ കൊടുക്കും അല്ലെ, ചിലപ്പോ ഇഞ്ചക്ഷൻ എടുക്കും, ചിലപ്പോ മെഡിസിനുകൾ കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്ത കാര്യങ്ങളും എല്ലാം നമ്മൾ എന്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം എന്ന് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പേഷ്യന്റിനെ കംഫർട്ട് ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ് കളക്ട് ഇൻഫോർമേഷൻ ഫോർ ഡാറ്റാബേസ് അല്ലെ. എന്താണ് നമ്മുടെ ഡാറ്റാബേസിലേക്ക്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും രോഗിയിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും കളക്ട് ചെയ്യുക.
നെക്സ്റ്റ് പറയുന്നത് ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ഫോർ ദി ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റീസ് അല്ലെ. ഇപ്പൊ ഈ രോഗിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡോക്ടേഴ്സ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. ചിലപ്പോ ചില പ്രൊസീജിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, ചില ലാബ് ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ശേഖരിച്ച് അതെല്ലാം നമ്മുടെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിക്കുക, റെക്കോർഡ് ചെയ്യുക. ഓക്കെ ആണോ? ചാർട്ടിങ് ഓക്കെ ആണ്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്സിനെ, ഇത് ക്ലിയർ അല്ലേ? തേർഡും ഫോർത്തും ഒന്നുകൂടെ പറയണം. തേർഡ് പറയുന്നത് റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ അല്ലെ. നമ്മ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡില് പേഷ്യന്റിനെ എന്നാണ് അഡ്മിറ്റ് ചെയ്തത്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. അതേപോലെ ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങളും നമ്മ ഹോസ്പിറ്റലിലെ കുറച്ച് കാര്യങ്ങളിൽ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. എന്തിലൊക്കെയാണ്? പേഷ്യന്റിനെ അഡ്മിഷൻ രജിസ്റ്ററിൽ ആ പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചേർത്തണം. ഇന്ന ഒപി നമ്പറില് ഇന്ന പേഷ്യൻസിനെ, ഇന്ന അഡ്രസ്സിലുള്ള പേഷ്യൻസിനെ ഇന്ന ടൈമിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ. അവര് ഇന്ന ഡോക്ടർ, ഏത് ഡോക്ടറെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടറുടെ പേരൊക്കെ കൊടുത്തുങ്ങാണ്ട് എഴുതുന്നു. നെക്സ്റ്റ് എന്താണ്? ട്രീറ്റ്മെന്റ് ബുക്ക് അല്ലെ. അപ്പൊ ആ പേഷ്യന്റിന്റെ തന്നെ ഒപി നമ്പറും അവരുടെ നെയിമും അവരുടെ അഡ്രസ്സൊക്കെ കൊടുത്തുങ്ങാണ്ട് അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ അവർക്ക് റിപ്പോർട്ട് ബുക്കിലും രേഖപ്പെടുത്തുക. കൂടാതെ നെക്സ്റ്റ് പറയുന്നത്, ഇപ്പൊ നമ്മൾ ചില കേസുകൾ എന്താണ്, ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് ആരെങ്കിലും ആയിട്ട് വാക്തർക്കങ്ങൾ നടത്തി അല്ലെ, അടിപിടി കേസുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസണിങ് ചെയ്തിട്ട് പോയിസണിങ് സംഭവിച്ചു കൊണ്ടുവന്ന പേഷ്യന്റ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും റേപ്പ് അറ്റംസ്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളൊക്കെ എന്താണ് നമ്മ പോലീസിലേക്ക് വിവരം അറിയിക്കണ്ടേ? വേണ്ടേ? ആത്മഹത്യാശ്രമങ്ങളൊക്കെ ചെയ്ത പേഷ്യൻസിനെ ആരെങ്കിലും ഇവിടെ തല്ലുകൂടി വഴക്കിട്ടിട്ട് കത്തിക്കുത്തിൽ അവസാനിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ രജിസ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ലീഗൽ കേസ് അല്ലെങ്കിൽ രജിസ്റ്റർ, അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്റർ, MLC എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ രജിസ്റ്ററിൽ ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക. അങ്ങനെയുള്ള കേസുകൾ മാത്രമാണെങ്കിലാണ് കേട്ടോ. നോർമൽ ഇൽനെസ്സും ഇഞ്ചുറീസ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ റെക്കോർഡ് ചെയ്യില്ല. ഈ പോലീസിനെ വിവരം അറിയിക്കുന്ന മെഡിക്കോ ലീഗൽ കേസുകൾ മാത്രമാണെങ്കിലാണ് ഈ ഒരു രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അപ്ഡേറ്റ് വാർഡ് സെൻസസ് അല്ലെ. എന്താണ് വാർഡിലെ സെൻസസ്? പേഷ്യൻസ് കുറവുണ്ടോ, ഏത് ബെഡൊക്കെയാണ്. അപ്പൊ ഈ പേഷ്യന്റിന് ആ ഒരു ബെഡ് നമ്പറിലേക്കായിരിക്കണം അല്ലെ നമ്മൾ അഡ്മിറ്റ് ആക്കേണ്ടത്, ആണോ? അപ്പൊ അതിനായിട്ട് എന്താണ് വാർഡ് സെൻസസ് അപ്ഡേറ്റ് ചെയ്യുകയും പിന്നെ എന്താണ് ആ ഒരു വാർഡിലുള്ള നഴ്സിന് നോട്ട്സുകൾ തയ്യാറാക്കി കൊടുക്കുക അല്ലെ. ഈ പേഷ്യന്റിനെ കുറിച്ച് അവരൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ ആ ഒരു നഴ്സസ് നോട്ട്സും തയ്യാറാക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂയിങ് സിസ്റ്റം. അതായത് നമ്മുടെ സിസ്റ്റത്തില്, നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു ശാരീരിക വിലയിരുത്തൽ നടത്തുക. എന്നിട്ട് അത് രേഖപ്പെടുത്തുക. പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ അസുഖങ്ങളാണ്, അവരുടെ സിംറ്റംസ് എന്താണ് എന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ ആണോ? ആരോ ചോദിച്ചേ? ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഫോളോ ഓർഡർ ബൈ ദി കൺസേൺഡ് അല്ലെ. എന്താണ് നമ്മളെ കുറിച്ച് ആ ഒരു അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിനെ കുറിച്ച് നമ്മുടെ കൺസൾട്ടന്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച്, അവർക്ക് കൊടുക്കേണ്ട കെയർസിനെ കുറിച്ച്, അവരുടെ സർവീസ്, അവർക്ക് നൽകേണ്ട സർവീസിനെ കുറിച്ചൊക്കെ ഇല്ലേ. അപ്പൊ എന്താണ് ആ ഡോക്ടർ, ആ ഒരു കൺസൾട്ടന്റ് കൊടുക്കുന്ന ഓർഡേഴ്സ് ഫോളോ ചെയ്യുക അല്ലെ. അപ്പൊ നോക്കിയേ, ഇഫ് എനി ടെസ്റ്റ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഡോക്ടർ, നമ്മുടെ ഡോക്ടർ ആ രോഗിക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ നൽകിയിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദ നഴ്സ് മസ്റ്റ് മേക്ക് അറേഞ്ച്മെന്റ്സ് ടു ക്യാരി ഔട്ട് അല്ലെ. എന്താണ് ആ ഒരു നഴ്സ് അതിന് വേണ്ട
സൗകര്യങ്ങള് ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക. ക്യാരി ഔട്ട് അതർ പ്രൊസീജിയർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ ഇഫ് എനി. അല്ലെ, അതിൽ എന്തെങ്കിലും പ്രൊസീജിയർ ആണ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സും നമ്മുടെ നേഴ്സ് ചെയ്തു കൊടുക്കുക. അല്ലെ, ഇപ്പൊ ചിലപ്പോ പേഷ്യന്റിന് ചിലപ്പോ എന്താണ് പോവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ലെ, വാർഡിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച് അവർക്ക് ലബോറട്ടറിയിലൊക്കെ പോകാൻ അസൗകര്യം ഉണ്ടായിരിക്കും. അത് ചിലപ്പോ അത്രയും ബുദ്ധിമുട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുള്ള പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ലാബുകളിൽ നിന്ന് സ്റ്റാഫുകൾ വന്ന് കളക്ട് ചെയ്യുന്നുണ്ടോ ബ്ലഡ് ഒക്കെ? അല്ലേ, നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് വന്ന് ബ്ലഡ് സാമ്പിൾ എടുക്കും അല്ലേ? ആണോ? എടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ്. അതല്ലെങ്കിൽ ചിലപ്പോ എന്താണ് നമ്മൾ ആ ഒരു പേഷ്യന്റിനെ വീൽ ചെയറിലായിരിക്കും കൊണ്ടുപോകേണ്ടത് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര നല്ല രീതിയിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിനെ സ്കാനിങ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ അവരെ പ്രൊസീജിയർ റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ സ്ട്രക്ചേഴ്സ് വേണം അല്ലെ. അപ്പൊ അതിന് വേണ്ട സൗകര്യങ്ങൾ നമ്മുടെ നേഴ്സ് ശരിയാക്കി കൊടുക്കുക, അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്. അല്ലെ, എന്താണ് നമ്മുടെ വാല്യുബിൾ നമുക്ക് ഒരുപാട് വിലയുള്ളത് അല്ലെങ്കിൽ ക്ലോത്തിങ്ങുകളൊക്കെ എന്താണ് സംരക്ഷിക്കുക അല്ലെ. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റോ ഹോസ്പിറ്റലിൽ നമുക്ക് മോഷണം പോകില്ല എന്ന് പറയാൻ പറ്റോ? നമ്മുടെ സ്വർണം പൈസ ഒക്കെ മോഷണം പോകില്ല എന്ന് പറയാൻ പറ്റോ? എല്ലായിടത്തും ഉണ്ട് അല്ലെ, ഫലന്മാര് ഇല്ല. ചിലപ്പോ അതിന് മാത്രമായിട്ടും വരുന്ന ആളുകൾ ഉണ്ടാകാം അല്ലെ, അല്ലെ, മോഷ്ടിക്കാൻ വരുന്ന ആളുകൾ ഉണ്ടാകാം അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ രോഗിയോടും രോഗിയുടെ റിലേറ്റീവ്സിനോടും അവരെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങള് സംരക്ഷിക്കാൻ പറയാം അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇഫ് എ പേഷ്യൻസ് വിയറിംഗ് ഹോസ്പിറ്റൽ ഡ്രസ്, the patient's clothes should be handed over to relatives. എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡ്രസ് ആണ് ആ ഒരു പേഷ്യന്റ് ധരിക്കുന്നതെങ്കിൽ ആ പേഷ്യന്റിന്റെ ഡ്രസ് എന്താണ് ക്ലോത്ത്സുകൾ അവരുടെ റിലേറ്റീവ്സിന്, ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് കൈമാറുക. ഇപ്പൊ സർജറികൾ കയറ്റുന്ന നേരത്ത് പേഷ്യന്റിന്റെ ഡ്രസ് തരാറുണ്ട് അല്ലെ, അവർക്ക് ഹോസ്പിറ്റൽ ഡ്രസ് കൊടുത്തിട്ട് പേഷ്യന്റിന്റെ ഡ്രസ് തരാറില്ലേ? അതേപോലെ എന്താണ് ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ ക്ലോത്ത്സ് ആണ് ധരിക്കുന്നതെങ്കിൽ എന്ത് കൊടുക്കുക, ആ പേഷ്യന്റിന്റെ ക്ലോത്ത്സുകൾ നമ്മുടെ റിലേറ്റീവ്സിന് കൈമാറുക. ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് റിലേറ്റീവ്സ്, clothing is numbered, labeled and kept in store until such time it is handed over to relatives. ഇപ്പൊ ആ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ റിലേറ്റീവ്സ് ആരുമില്ല എങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റി വരുമ്പോൾ പേഷ്യന്റിന്റെ റിലേറ്റീവ് ഉണ്ടാവാറുണ്ടോ? ആ ആക്സിഡന്റ് സ്ഥലത്ത് ആരൊക്കെയാണ് കൂടുന്നത്? അവരായിരിക്കും അല്ലെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ, അവർ ഓടിക്കൂടുന്നവരായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഇല്ല എങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ നമ്പറും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിങ്ങാനൊക്കെ സ്റ്റോറിൽ സൂക്ഷിക്കുകയും അവരുടെ റിലേറ്റീവ്സ് വന്നതിന് ശേഷം അവരുടെ ആ ക്ലോത്ത്സുകൾ കൈമാറുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് encourage the client to send jewelry, money and other valuables such as watches to home with the relatives. അല്ലെ, എന്താണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ, എന്താണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? ക്ലയന്റിന്റെ വിലപിടിപ്പുള്ള അല്ലെ വാല്യുബിൾ ആയിട്ടുള്ള എന്താണ് വാച്ച്, മൊബൈൽസ് അങ്ങനെയുള്ള സാധനങ്ങള് എന്താണ് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ അല്ലെ, ഗോൾഡ് ഒക്കെ എന്താണ് അവരോട് ക്ലയന്റിനോട് എന്ത് പറയാ, അവരുടെ റിലേറ്റീവ്സിന്റെ കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറയാ അല്ലെ. അതിനെ പ്രോത്സാഹിപ്പിക്കുക. ചില ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടോ? ചില ഹോസ്പിറ്റലില് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ചിലപ്പോ അവിടെ നിന്ന് മോഷണമൊക്കെ പോവാം. അപ്പൊ അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള ജ്വല്ലറീസ് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വാച്ചോ അല്ലെങ്കിൽ മൊബൈൽസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാതെ അത് റിലേറ്റീവ്സിന്റെ കയ്യിൽ കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് ഇഫ് ഹി കീപ് സംതിങ് വിത്ത് ഹിംസെൽഫ് ഇറ്റ് ഈസ്
അറ്റ് ഹിസ് ഓൺ റിസ്ക് അല്ലെ. അപ്പൊ എന്താണ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ എന്താ ഈ സാധനങ്ങൾ, ഈ വിലപിടിപ്പുള്ള സ്വർണം അല്ലെങ്കിൽ വാച്ച്, മൊബൈലൊക്കെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവർ സൂക്ഷിക്കുന്നത് എങ്കിൽ അത് മോഷണം പോയാൽ അല്ലെ, അത് എന്തെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഹോസ്പിറ്റൽ ആരും ഉത്തരവാദിയല്ല അല്ലെ. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, നേഴ്സോ ഹോസ്പിറ്റലോ ഉത്തരവാദികളല്ല. അത് സൂക്ഷിക്കുകയാണെങ്കിൽ അവരുടെ തന്നെ റിസ്കിൽ സൂക്ഷിക്കണല്ലേ. ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ റിസ്കിൽ തന്നെ സൂക്ഷിക്കുക. ഓക്കെയാണോ ഇത്? നെക്സ്റ്റ് പറയുന്നത് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ മിസ്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് 5 മിനിറ്റ് മുമ്പ് നിർത്തിയിട്ട് മിസ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ നോക്കിയേ, when they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and the patient attendants to shift the patient from ambulance to സ്ട്രക്ചർ അല്ലെ. എന്താണ്, നമുക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നുണ്ട് എമർജൻസി ആയിട്ട് അല്ലെ, അടിയന്തരമായിട്ട് അവരെന്താണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് നമുക്കൊരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? അവിടുത്തെ വാർഡ് ബോയ്സിനെയോ അല്ലെങ്കിൽ പേഷ്യന്റ് അറ്റൻഡൻസിനെയും വിവരം അറിയിക്കുക അല്ലെ, ഇൻഫോം ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേഷ്യന്റിനെ ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെയാണോ? ഇപ്പൊ മിക്ക ഹോസ്പിറ്റൽ അതിന്റെ ആവശ്യം വരാറില്ല അല്ലെ. ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ അവിടെ അറ്റൻഡേഴ്സ് ഒക്കെ നിൽക്കാറുണ്ട് അല്ലെ. വാർഡ് ബോയ്സും അറ്റൻഡേഴ്സ് ഒക്കെ നിൽക്കുന്ന കാണാറില്ലേ ചെല്ലുമ്പോ തന്നെ അല്ലെ. അപ്പൊ ഇതില് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റൽ ക്യാമ്പസിലേക്ക് അല്ലെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ അല്ലെ, ഒരു എമർജൻസി അടിയന്തരമായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നു എന്ന് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാല് ആദ്യം തന്നെ ആരെയാണ് കോൾ ചെയ്യേണ്ടത്? വാർഡ് ബോയ്സിനെയോ പേഷ്യന്റ് അറ്റൻഡൻസിനെയോ വിവരം അറിയിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് നമ്മുടെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. നെക്സ്റ്റ് ആരെ അറിയിക്കണം? ആംബുലൻസിൽ നിന്ന് പേഷ്യന്റിനെ എന്തില് സ്ട്രക്ചറിൽ മാറ്റി കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ ആരുടെ സർവീസാ വേണ്ടത്? നമുക്ക് ഡോക്ടറുടെ സർവീസ് വേണം അല്ലേ. അവർക്ക് എമർജൻസി ആയിട്ടുള്ള പരിചരണം കൊടുക്കണ്ടേ? അടുത്തത് ആണ്. അപ്പൊ ആരെയാണ് ഇനി വിവരം അറിയിക്കേണ്ടത്? ഗിവ് എ കോൾ ടു എ മെഡിക്കൽ ഓഫീസർ അല്ലെ. മെഡിക്കൽ ഓഫീസറെ കോൾ ചെയ്യുക അല്ലെ. എന്താണ്? ഡോക്ടറിനെ വിളിക്കുക അല്ലെ. ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് അടിയന്തരമായിട്ട് അല്ലെ, ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ, വേഗം ആ ഒരു സെക്ഷനിലേക്ക് എത്താന്നും പറഞ്ഞ് നമ്മുടെ എമർജൻസി മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. നെക്സ്റ്റ് പറയുന്നത് ആഫ്റ്റർ ദ മെഡിക്കൽ ഓഫീസർ എക്സാമിൻസ് ദ പേഷ്യന്റ്, they ask him as to where they have to shift a patient അല്ലെ. എന്താണ്? ആ ഒരു മെഡിക്കൽ ഓഫീസർ ആ ഒരു പേഷ്യന്റിനെ വിലയിരുത്തിയതിന് ശേഷം അല്ലെ, എന്താണ് അവരെ ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ആ ഒരു മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ പറയും ആ ഒരു പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് അല്ലെ. ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ എമർജൻസി കെയർ വേണ്ട പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ICUലൊക്കെ ആയിരിക്കും അല്ലെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അവരെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യോ? ICUലേക്കൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ നോക്കി ആ ഒരു ഡോക്ടർ അവരെ എക്സാമിൻ ചെയ്തതിന് ശേഷം അല്ലെ, വിലയിരുത്തിയതിന് ശേഷം ആ പേഷ്യന്റിനെ ഇങ്ങോട്ടാണ് മാറ്റേണ്ടതെന്ന് പറയുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് generally they shift the patient to the ICU. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അല്ലെ, എന്താണ് ജനറലി സാധാരണയായിട്ട് ആ ഒരു പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ICUലേക്കായിരിക്കും അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കായിരിക്കും.
ആൻഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ബിക്കം സ്റ്റേബിൾ അല്ലെ, ICU കിടത്തി ആ പേഷ്യൻസിന് വേണ്ട ട്രീറ്റ്മെന്റുകളും മെഡിസിനുകളും എല്ലാം കൊടുത്തതിന് ശേഷം അവർ സ്റ്റേബിൾ ആയി അല്ലെ, അവര് ഓക്കെ ആയി എന്നതിന് ശേഷം എന്താണ്, only then shift the patient to the concerned ward അല്ലെ, അതിനുശേഷം അവര് ഓക്കെ ആയി സ്റ്റേബിൾ ആയതിനു ശേഷം ആ ഒരു പേഷ്യന്റിനെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർഡുകളിലേക്ക് മാറ്റുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത് ദ കൺസൾട്ടന്റ് ആൻഡ് പെർമിഷൻ ഓഫ് ദി സെയിം ദി രജിസ്റ്റർ പേഷ്യന്റ് ഇൻ ദി IPD രജിസ്റ്റർ ആൻഡ് ഇൻ ദെയർ സോഫ്റ്റ്വെയർ ടു അല്ലെ. എന്താണ് ആ ഒരു കൺസൾട്ടൻസിന്റെ ആ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം അല്ലെ, ആ ഒരു പേഷ്യന്റിനെ എന്താണ് പരിശോധിച്ചതിന് ശേഷം ആ ഒരു പേഷ്യന്റിന്റെ വിവരങ്ങൾ അവിടെ അഡ്മിറ്റ് ആക്കുകയാണ് അല്ലെ, പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യന്റിന്റെ വിവരങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണ്ടേ, ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തണ്ടേ. അപ്പൊ ആ അഡ്മിറ്റ് ആക്കിയ പേഷ്യൻസിന്റെ വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്തിലാണ്, IPD രജിസ്റ്റർ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്ററിലാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുക. അപ്പൊ ഡോക്ടർ ആ ഒരു പേഷ്യന്റിനെ വിലയിരുത്തിയതിനു ശേഷം അല്ലെ, എന്താണ് വിശദമായി പരിശോധിച്ചതിന് ശേഷം ആ ഒരു പേഷ്യന്റിന്റെ വിവരങ്ങൾ IPD രജിസ്റ്ററിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും IPD സോഫ്റ്റ്വെയർസിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് fill the patient's concern form and after telling the purpose and meaning of the form that it is signed by the patient relatives അല്ലെ. ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ നിന്ന് കൺസേൺ ഫോമുകൾ, സമ്മതപത്രങ്ങൾ എഴുതി വാങ്ങിക്കാറുണ്ട് അല്ലെ, സൈൻ ചെയ്യിച്ച് വാങ്ങാറുണ്ടല്ലോ. ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തരുന്ന ട്രീറ്റ്മെന്റുകളിലും പരിചരണങ്ങളിലും സർവീസുകളിലും നമുക്ക് സമ്മതമാണ് എന്ന് തെളിയിക്കുന്നതിനുള്ളതാണ് അല്ലെ. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാനിലും അല്ലെ മെഡിക്കേഷൻസിലൊക്കെ ഫോളോ ചെയ്യാൻ സമ്മതമാണ് അല്ലെ. അപ്പൊ ആ ഒരു കൺസേൺ ഫോമുകളിൽ സൈൻ ചെയ്ത് വാങ്ങുകയും അതിന്റെ ഉദ്ദേശം അല്ലെ, പർപ്പസ് നമ്മുടെ ആ ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ ക്ലർക്ക് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് send the file of patient to the corresponding ward where the medical officer has asked the patient to be shifted അല്ലെ. എന്താണ് നമ്മുടെ മെഡിക്കൽ ഓഫീസർ ആ ഒരു ഡോക്ടർ ആ ഒരു പേഷ്യന്റിനെ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ആ വാർഡിലേക്ക് നമ്മുടെ പേഷ്യന്റിന്റെ ഫയല് അയക്കുക. ഓക്കെയാണോ? ചിലപ്പോ കാർഡിയോളജി വാർഡിലേക്കായിരിക്കും, അല്ലെങ്കിൽ പീഡിയാട്രിക് വാർഡിലേക്കും, അല്ലെങ്കിൽ ഓർത്തോ വാർഡിലേക്കായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഓങ്കോളജി വാർഡിലേക്കായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പേഷ്യന്റിനെ ഏത് വാർഡിലേക്കാണ് മാറ്റാൻ എന്ന് നമ്മുടെ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്, ആ ഒരു വാർഡിലേക്ക് പേഷ്യൻസിന്റെ ഫയല് അയക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് കൺഫേമിംഗ് ദാറ്റ് ദ ഫയൽ, ഒന്നുകൂടി പറയണോ എന്ന് വെച്ചാല് നമ്മുടെ ഡോക്ടർ നമ്മുടെ സ്റ്റേബിൾ ആയി, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കിടത്തിങ്ങാട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഒക്കെ തന്ന് നമ്മൾ ഓക്കെ ആയതിനു ശേഷം നമ്മൾ ഒരു വാർഡിലേക്ക് മാറ്റല്ലേ, ഏതെങ്കിലും ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു വാർഡിലേക്ക് മാറ്റുമല്ലോ. നമ്മൾ ആ കാഷ്വാലിറ്റിയിൽ തന്നെ കിടക്കാൻ അനുവദിക്കോ സ്റ്റേബിൾ ആയി കഴിഞ്ഞാല്? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് മാറ്റണം. അപ്പൊ ചിലപ്പോ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ അവരെങ്ങോട്ടായിരിക്കും മാറ്റുന്നത്? കാർഡിയോളജി വാർഡിലേക്കായിരിക്കും അല്ലെ. അല്ലെങ്കിൽ എല്ലിനോ അങ്ങനെയുള്ള ചതവോ ഒടിവോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെവിടേക്കായിരിക്കും മാറ്റുന്നത്? ഓർത്തോ വാർഡിലേക്കായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പേഷ്യന്റിനെ ആ ഒരു ഡോക്ടർ പരിശോധിച്ച് അവരെ ഓക്കെ ആയതിനു ശേഷം ഏത് വാർഡിലേക്കാണോ മാറ്റാൻ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വാർഡിലേക്ക് പേഷ്യന്റിന്റെ ഫയല് അയക്കുക, സെൻഡ് ചെയ്യുക. ഓക്കെയാണോ? അയച്ചതിന് ശേഷം
എന്താണ് കൺഫേമിംഗ് ദാറ്റ് ദ ഫയൽ ഓഫ് പേഷ്യന്റ് ഈസ് റിസീവ്ഡ് ബൈ ദി MO ഓഫ് ദി കറസ്പോണ്ടിങ് വാർഡ്. MO എന്ന് പറഞ്ഞാല് മെഡിക്കൽ ഓഫീസർ കേട്ടോ. എന്താണ് അപ്പൊ നമ്മുടെ ആ ഒരു രോഗിയുടെ ഫയല് ആ ഒരു വാർഡിൽ സ്വീകരിച്ചിട്ടുണ്ടോ, അവിടുത്തെ മെഡിക്കൽ ഓഫീസർ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒക്കെയാണോ? നമ്മ ഒരു കാർഡിയോളജി വാർഡിലേക്ക് അയച്ചു, അല്ലെങ്കിൽ ഓർത്തോ വാർഡിലേക്ക് നമ്മ ഫയൽ അയച്ചു. ഫയൽ അയച്ചിട്ട് അവിടെ കിട്ടിയോന്ന് ഉറപ്പ് വരുത്തണ്ടേ? അവിടുത്തെ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ നേഴ്സ് സ്വീകരിച്ചോ എന്ന് ഉറപ്പ് വരുത്തണ്ടേ? പേഷ്യന്റിനെയും ആ ഒരു പേഷ്യന്റിന്റെ ഫയലും. അപ്പൊ എന്താണ് ആ ഒരു വാർഡിലെ മെഡിക്കൽ ഓഫീസർ, കറസ്പോണ്ടിങ് വാർഡിലെ മെഡിക്കൽ ഓഫീസർ ആ ഒരു ഫയൽ, ആ ഒരു പേഷ്യന്റിന്റെ ഫയല് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? ആ നമ്മുടെ ആ ചാപ്റ്റർ തീർന്നു. പാഠം ഓക്കെയാണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പൊ ഇനി മിസ് അതിൽ നമുക്ക് ഇമ്പോർട്ടൻസ് നോക്കാം അല്ലെ. ഇപ്പൊ അടുത്ത ഭാഗത്തില് MLC ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. MLC എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. നെക്സ്റ്റ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ MO ചോദിക്കാം കേട്ടോ. മെഡിക്കൽ ഓഫീസർ ചോദിക്കാം. അത്രയേ ഉള്ളൂ അതിൽ ഇമ്പോർട്ടന്റ് വരുന്നത്. ഓക്കെ അല്ലേ? MLC സ്റ്റാൻഡ്സ് ഫോർ ചോദിക്കാം. മെഡിക്കോ ലീഗൽ കേസസ്. MLC എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ കേസസ് എന്നാണ്. പിന്നെ എന്താണ് നമ്മുടെ അഡ്മിഷനില് MO സ്റ്റാൻഡ്സ് ഫോർ മെഡിക്കൽ ഓഫീസർ. അത്രേ ഉള്ളൂ. ഓക്കെ. ഇന്നത്തെ ഈ ചാപ്റ്റർ ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമ്മുടെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ MO മാത്രം അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. മെഡിക്കൽ ഓഫീസർ മാത്രം അടയാളപ്പെടുത്താം. അപ്പൊ നമ്മുടെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തീർന്നു. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ. ഇൻപേഷ്യന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പെട്ടെന്ന് ആദ്യം മുതൽ അവസാനം മിസ് ലാസ്റ്റ് ആ ചാപ്റ്റർ കഴിയുന്നത് വരെ ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ചോദിച്ചേ. എന്നിട്ട് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. പെട്ടെന്ന് നോക്കിയേ. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? ഇല്ല, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ട്രാൻസ്പോർട്ടിങ് OPD to IPD ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തേ മിസ്. ഇൻപേഷ്യന്റിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലാസ്സസ് തുടങ്ങാം അല്ലെ. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടില്ലേ? ഹോസ്പിറ്റലില് കാഷ്വാലിറ്റി അല്ലേ? ഉണ്ടോ? കാഷ്വാലിറ്റി. അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? അവിടെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്? ജീവൻ അപകടത്തിൽപ്പെടുന്ന അല്ലെ, എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെ, എമർജൻസി ആയിട്ടുള്ള ഒരു കണ്ടീഷൻസോ അല്ലെങ്കിൽ എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ് എന്താണ് ഇൽനെസ് ഒക്കെ വരുന്നവർക്ക് അല്ലെ, ഇഞ്ചുറീസ് പറ്റുന്നവർക്കൊക്കെ അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു സെക്ഷൻ ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ നോക്കിയേ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇൻട്രൊഡക്ഷൻ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് A&E അങ്ങനെ ഞാൻ പറയാം കേട്ടോ. A&E ഡിപ്പാർട്ട്മെന്റ് എന്നും പറയാം. അപ്പൊ A&E assesses and treats people with the major trauma, serious injuries and illness and those in need of emergency treatment അല്ലെ. എന്താണ്? നമുക്ക് അടിയന്തര ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്ക് അല്ലെ. അപ്പൊ അവർക്ക് ചിലപ്പോ അവരെങ്ങനെയായിരിക്കാം? വിത്ത് മേജർ ട്രോമ അല്ലെ, വലിയ ആഘാതങ്ങൾ സംഭവിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അല്ലെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പരിക്കുകളോ പറ്റിയിട്ട് എന്താണ് നമുക്ക് അടിയന്തര ചികിത്സ ആവശ്യമായി വരുന്ന രോഗികളെ വിലയിരുത്തുകയും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് അല്ലെ ചികിത്സകൾ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏരിയയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം മിസ്. എന്താണ്? വലിയ ആഘാതങ്ങൾ അല്ലെ, അപ്പൊ ചിലപ്പോ എന്തെങ്കിലും മോളിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റുക അല്ലെ, അപ്പൊ അങ്ങനെയുള്ള മേജർ ട്രോമാസ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അല്ലെ ഗുരുതരമായിട്ടുള്ള പരിക്കുകള് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങള് ഉള്ള പേഷ്യൻസിന് എന്താണ് അങ്ങനെയുള്ള അടിയന്തര ചികിത്സ നൽകേണ്ട പേഷ്യൻസിനെ വിലയിരുത്തുകയും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകള് ചികിത്സകള് നൽകുന്ന ഏരിയയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് തുറന്നു വെക്കുന്നത്? അല്ല, 24 hours ഉണ്ടായിരിക്കും അല്ലെ. 24 മണിക്കൂറും പ്രവർത്തനക്ഷമമായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ഓപ്പൺ 24 hours അല്ലെ. ഒരു ദിവസത്തില് മുഴുവൻ സമയവും അല്ലെ 24 മണിക്കൂറും ഇത് ഓപ്പൺ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇൻ എമർജൻസീസ് പേഷ്യൻസ് വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, കൺഫ്യൂഷൻസ്, persistent severe chest or abdomen pain, a stroke, breathing difficulties also are also treated അല്ലെ. എമർജൻസിയിൽ ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസിനെയാണ് ചികിത്സിക്കുന്നത്? ലോസ് ഓഫ് കോൺഷ്യസ്നെസ് അല്ലെ, ബോധം നഷ്ടപ്പെടാം എന്തെങ്കിലും കാരണവീഴ്ച കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ബോധം നഷ്ടപ്പെടാം അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ അല്ലെ, കൺഫ്യൂഷൻസ് ഉണ്ടാകാം. ചിലർക്ക് ഈ പൊട്ടാസ്യം സോഡിയം ഒക്കെ കുറയുമ്പോൾ അവർക്ക് എന്താണ് ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും അല്ലെ. പെട്ടെന്ന് നമ്മൾ അവിടെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? OPയിൽ കാണിക്കാൻ നിൽപ്പോ? അങ്ങനെ പെട്ടെന്ന് ആശയക്കുഴപ്പങ്ങൾ കൺഫ്യൂഷൻസ് ഒക്കെ പറയുമ്പോൾ ഇല്ല, നമ്മ ഓടി കാഷ്വാലിറ്റിയിലായിരിക്കും അവരെ പ്രവേശിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആശയക്കുഴപ്പങ്ങൾ വരുന്നത് പിന്നെന്താണ്? അസഹ്യമായിട്ടുള്ള അല്ലെ എന്താണ് പെർസിസ്റ്റന്റ് സെവർ ചെസ്റ്റ് അബ്ഡോമൻ വയറുവേദന, കഠിനമായിട്ടുള്ള നെഞ്ചുവേദനയോ അല്ലെങ്കിൽ എന്താണ് വയറുവേദന അല്ലെ അബ്ഡോമൻ പെയിനൊക്കെ അനുഭവിക്കുന്നവർക്ക്, പിന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അല്ലെ ആ ബ്ലോക്ക് വരുന്നവര്, ഹാർട്ട് അറ്റാക്ക് അല്ലെ എന്തെങ്കിലും ഹാർട്ടിൽ പെട്ടെന്ന് വേദന വന്നു അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അവരൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നവരൊക്കെ എന്താണ്
നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സിക്കുന്നു. ഓക്കെ ആണോ? ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റീവ് നെയിംസ്. നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. ED കാഷ്വാലിറ്റി. ഓക്കെ ആണോ? ഈ ഒരു പാരഗ്രാഫും ഈ 3 ഓൾട്ടർനേറ്റീവ് നെയിംസും എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫുള്ള് ഓക്കെ. നെക്സ്റ്റ്, നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റലില് സെക്കൻഡ് ഫ്ലോറിലാണോ ഫസ്റ്റ് ഫ്ലോറിലാണോ കണ്ടിരിക്കുന്നത്? എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ? നമുക്ക് ആ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റെഡ് കളറിലൊക്കെ എഴുതി അല്ലേ? റെഡ് കളറിലൊക്കെ എഴുതി നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും അല്ലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ്, എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്? ആംബുലൻസ് പാർക്കിങ്ങിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് അല്ലെ? പിന്നെ സെപ്പറേറ്റ് എൻട്രൻസ് ആയിരിക്കും അല്ലെ? നമ്മുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മുടെ അല്ലെ സെപ്പറേറ്റ് എൻട്രൻസ് ആയിരിക്കും അല്ലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം അല്ലെ, സ്ട്രക്ചർ. സ്ട്രക്ചർ എന്തൊക്കെയാണ്? അപ്പൊ നോക്കിയേ, സ്ട്രക്ചർ ഇടാനുള്ള പ്ലേസ് ഉണ്ടായിരിക്കും അല്ലെ? പക്ഷെ ഇതിൽ പറയുന്നത് എന്താണ്? ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം അല്ലെ? ലൊക്കേഷൻ എവിടെയാണ്? ഹോസ്പിറ്റൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലൊക്കേറ്റഡ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ? നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് താഴത്തെ നിലയിലായിരിക്കും അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് അവേ ഫ്രം മെയിൻ എൻട്രൻസ് അല്ലെ? മെയിൻ എൻട്രൻസിൽ നിന്ന് മാറി എന്താണ് ഒരു എമർജൻസി എൻട്രൻസോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് എൻട്രൻസോ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കും. ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ അല്ലെ? നമ്മുടെ എമർജൻസി എൻട്രൻസിന്റെ മുമ്പിൽ എന്താണ് ആംബുലൻസ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും അല്ലെ? ഫെസിലിറ്റി ഉണ്ടായിരിക്കും. എന്താണ്? ആ ഒരു ആംബുലൻസിൽ നിന്ന് നമ്മുടെ പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ? എന്താണ്? ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എമർജൻസി എൻട്രൻസ് എങ്ങനെയായിരിക്കും? വെൽ മാർക്കഡ് അല്ലെ? നല്ല രീതിയിൽ അടയാളപ്പെടുത്തി പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സൈൻസ് അല്ലെ? പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിങ്ങും സൈനൊക്കെ കൊടുത്തിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ രാത്രി വല്ല ഹോസ്പിറ്റലിന്റെ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും നമുക്ക് പുറത്തു നിന്ന് സ്ട്രീറ്റിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ റെഡ് കളറിൽ ഇങ്ങനെ തിളങ്ങണ കാണാം അല്ലെ? എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി എന്നും പറഞ്ഞില്ലേ? അപ്പൊ എന്താണ്? പ്രോപ്പർ ലൈറ്റിങ്ങും സൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഈസിലി വിസിബിൾ ആൻഡ് അക്സസിബിൾ ഫ്രം ദി സ്ട്രീറ്റ് അല്ലെ? നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് റോഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വിധത്തിലായിരിക്കും അല്ലെ? വിസിബിൾ ആയ രീതിയിലായിരിക്കും നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം അല്ലെ? ഇപ്പൊ നമ്മുടെ ഈ കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരായിരിക്കും അല്ലെ? എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഇനി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നോക്കി നടക്കാൻ പറ്റുമോ? അപ്പൊ ചിലപ്പോ എന്താണ് ആ ഒരു ടൈം, ആ ഒരു ഇത്തിരി സമയം നമ്മുടെ പോകുന്നത് മൂലം ചിലപ്പോ പേഷ്യൻസിന്റെ മരണം തന്നെ സംഭവിക്കാം അല്ലെ? ബ്ലീഡിംഗ് ഒക്കെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് അല്ലെ റോഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വിധത്തിൽ അല്ലെ ഈസിലി വിസിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യാൻ. നെക്സ്റ്റ് പറയുന്നത് ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, എലിവേറ്റേഴ്സ്, റേഡിയോളജി ലബോറട്ടറി അല്ലെ? എന്താണ് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് വേണം അല്ലെ? കൂടാതെ എന്താണ് എലിവേറ്റേഴ്സ് അല്ലെ? എന്താണ് ലിഫ്റ്റ് വേണം,
റേഡിയോളജി അല്ലെ, നമുക്ക് സ്കാനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അടുത്ത് വേണം. ലബോറട്ടറി എല്ലാം നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് തന്നെ ആയിരിക്കണം. റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം അല്ലെ, എന്താണ് ഇത്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഓപ്പറേഷണൽ കോസ്റ്റും ആ ഒരു പ്രവർത്തന ചിലവും ആ ക്രിട്ടിക്കൽ ടൈമില് ഇപ്പൊ രോഗിനെ നമ്മ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു, അവർക്ക് എന്താണ് തലയ്ക്കാണ് പരിക്ക് പറ്റിയത്, ഒരുപാട് ബ്ലീഡിങ് ഉണ്ട്. അപ്പൊ നമ്മളോട് പറയാണ് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞാല് ആ ഒരു റേഡിയോളജി ആ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മ എന്ത് ചെയ്യണം, സെക്കൻഡ് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫോർത്ത് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നമ്മ അവിടെ കൊണ്ടുപോയി സ്കാനിങ് ചെയ്ത് പിന്നെ റിട്ടേൺ കൊണ്ടുവരണം അല്ലെ. അപ്പൊ അവിടെ ആ ടൈം പോകുന്നുണ്ടോ, ആ പേഷ്യന്റിന് കൊടുക്കേണ്ട ആ ട്രീറ്റ്മെന്റിനുള്ള ടൈമാണല്ലേ പോകുന്നത്, ആണോ? ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ക്രിട്ടിക്കൽ ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റും പിന്നെ എന്താണ് എലിവേറ്റേഴ്സും റേഡിയോളജി സെക്ഷനും ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റും സ്ഥിതി ചെയ്യണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡിസൈൻ അല്ലെ, നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം, അതെങ്ങനെയായിരിക്കണം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ നോക്കി, എൻട്രൻസ് ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഷെൽട്ടേർഡ് ടു പ്രൊട്ടക്ട് ആംബുലൻസ് പേഷ്യന്റ് ഫ്രം ദ വെദർ വൈ അൺലോഡിങ് അല്ലെ. നമ്മുടെ പേഷ്യന്റിനെ ആംബുലൻസിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് അല്ലെ, അൺലോഡ് ചെയ്യുന്ന സമയത്ത് അവരെ കാലാവസ്ഥയിൽ നിന്ന് വെതറിൽ നിന്ന് സംരക്ഷിക്കുന്ന രൂപത്തിലായിരിക്കണം എന്താണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ് നിർമ്മിക്കുക അല്ലെ, ഡിസൈൻ ചെയ്യാനായിട്ട്. ഇതില് ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഡിസൈൻ. ഇപ്പൊ നമ്മ പേഷ്യന്റിനെ ഇറക്കുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് മഴ പെയ്യുന്നുണ്ട്, മഴയുടെ സീസൺ ആണെങ്കിൽ നമ്മൾ സ്ട്രക്ചറിൽ ഇറക്കുമ്പോ എന്താണ് അവര് മേത്തിട്ട് വെള്ളമൊക്കെ വീഴാം അല്ലെ, ഇല്ലേ? ആണോ? ആണ് അല്ലെ. അപ്പൊ അങ്ങനെ അവരെ ആ ഒരു കാലാവസ്ഥ അവരെ ബാധിക്കാത്ത രൂപത്തിലുള്ള ഒരു എൻട്രൻസ് ആയിരിക്കണം നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അങ്ങനെ സുരക്ഷിതമായിരിക്കണം. അതല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്, ഭയങ്കര വെയിലാണെങ്കിൽ അല്ലെ ബുദ്ധിമുട്ടാണ് അല്ലെ, അവർ ആ ഒരു പേഷ്യന്റിനെ നമ്മുടെ സ്ട്രക്ചറിലൊക്കെ ഇറക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെ, മഴ പെയ്യാണെങ്കിലും ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെ അവരെ ആ ഒരു കാലാവസ്ഥയിൽ നിന്ന് നമ്മുടെ ആംബുലൻസിൽ നിന്ന് പേഷ്യൻസിനെ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ പേഷ്യൻസിനെ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ കാഷ്വാലിറ്റിയുടെ പ്രവേശനം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് അഡ്വക്കേറ്റഡ് റിസർവ്ഡ് പാർക്കിംഗ് സ്പേസ് ഫോർ ആംബുലൻസ് ആൻഡ് കാർസ് ഓഫ് പേഷ്യൻസ് അല്ലെ. എന്താണ് നമ്മുടെ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന ആ ഒരു ആംബുലൻസിനും ഇപ്പൊ ചിലപ്പോ നമ്മൾ കാറിലായിരിക്കാം അല്ലെ, നമ്മുടെ പ്രൈവറ്റ് വണ്ടിയിലായിരിക്കാം അല്ലെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ എമർജൻസി കണ്ടീഷനിൽ കൊണ്ടുവരുന്നത്. ചിലപ്പോ ആംബുലൻസ് ഒക്കെ വിളിക്കാൻ നിൽക്കോ നമ്മ, നിൽക്കോ? ഇല്ല അല്ലെ. അപ്പൊ ആ കാർസുകളും പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയാസ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? രോഗികളുടെ കൊണ്ടുവരുന്ന ആംബുലൻസുകളും കാറുകളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. പിന്നെ എന്ത് കണ്ടിട്ടുണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ സ്ട്രക്ചേഴ്സും വീൽ ചെയേഴ്സ് ഒക്കെ ഇടാനുള്ള ഒരു സ്പേസ് കണ്ടിട്ടുണ്ട് അല്ലെ. ഇല്ല. അപ്പൊ എന്താണ് അഡ്വക്കേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഇടാനുള്ള അല്ലെ സൗകര്യം നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഗ്രാൻഡ് ഫോർ വീൽ ചെയേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻ അസസ് ഇൻ കേസ് ഓഫ് റൈസ്ഡ് പ്ലാറ്റ്ഫോം അല്ലെ. ഇപ്പൊ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റെപ്പുകളും കണ്ടിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ പ്ലാറ്റ്ഫോം പോലെ കണ്ടിട്ടുണ്ടോ, അങ്ങനെ സ്ലോപ്പായിട്ട് നമുക്ക് സ്ട്രക്ചർ ഈ വീൽ ചെയേഴ്സ് ഒക്കെ നമുക്ക് സ്റ്റെപ്പുമായി കൂടി കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ഈ വീൽ ചെയേഴ്സും സ്ട്രക്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കാൽനടക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള റൈസ്ഡ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ.
നെക്സ്റ്റ് എടുക്കാലോ, ഇത്രയൊക്കെ അല്ലേ. നെക്സ്റ്റ് നമ്മുടെ മേജർ സ്പേസ് ഡിറ്റർമിനേഷൻ ഫോർ പ്ലാനിങ് അല്ലെ. എന്താണ് നമ്മുടെ പ്ലാനിങ്ങിന് വേണ്ട മേജർ സ്പേസ് ഏതൊക്കെയാണെന്ന്. മേജർ സ്പേസ് ഡിറ്റർമിനേഷൻ ഫോർ പ്ലാനിങ് അല്ലെ. ആദ്യത്തെ 2 തരത്തിലുള്ള ഏരിയാസ് ആണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത്. ഒന്ന് ഫങ്ഷണൽ ഏരിയാസും രണ്ടാമത്തത് അതർ ഏരിയാസ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തന ഏരിയാസ് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് അല്ലെ. എന്താണ് ആംബുലൻസിനും അതല്ലാത്ത ആംബുലേറ്ററി ആയിട്ട് കൊണ്ടുവരുന്ന കാറില് ഒക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസിനുള്ള എൻട്രൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് റിസപ്ഷൻ, ട്രയേജ് ആൻഡ് ബീറ്റിംഗ് ഏരിയാസ് അല്ലെ. എന്താണ് റിസപ്ഷൻ അറിയാലോ, നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയൊക്കെ റിസപ്ഷൻ സെക്ഷൻ ഉണ്ട് അല്ലെ. പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ പഴയ ഫയൽ വീണ്ടെടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിസപ്ഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ട്രയേജ്. ട്രയേജ് എന്ന് പറയുന്നത് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക. എല്ലാവരും ഒരേ കണ്ടീഷനിലുള്ളവരായിരിക്കോ, ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരിക്കോ, ചിലർക്ക് മൈനർ ആയിട്ടുള്ള പരിക്കുകളായിരിക്കും, ചിലർക്ക് മീഡിയം അല്ലെ. അപ്പൊ അവരെ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച്, ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് സോർട്ട് ചെയ്യുന്ന ഏരിയയാണ്, തരംതിരിക്കുന്ന ഏരിയയാണ് ട്രയേജ് എന്ന് പറയുന്നത്. കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റിന് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ആണോ, അക്യൂട്ട് കെയർ ആണോ ആവശ്യമുള്ളത്, അതല്ലെങ്കിൽ മീഡിയം അല്ലെ, എന്താണ് മൈനർ ആയിട്ടുള്ള പരിക്കുകളൊക്കെ ഉള്ളൂ, അങ്ങനെ പേഷ്യൻസിനെ തരംതിരിക്കുന്ന ഏരിയയാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു ബസ് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാല് അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. ഒരു 15-20 ആളുകൾ ഉണ്ടാവും. ചിലപ്പോ 15-20 ആളുകൾക്ക് നമുക്ക് ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. ചിലപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കാം, ചിലർക്ക് മൈനർ ആയിട്ടുള്ള പരിക്കുകളായിരിക്കാം അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച്, അപ്പൊ നമുക്ക് മൈനർ ആയിട്ടുള്ള ചെറിയ പരിക്കുകളൊക്കെ ആണെങ്കിൽ അവർക്ക് നമുക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റിന് അത്ര പരിചരണങ്ങൾ കൊടുക്കണോ, കെയേഴ്സ് കൊടുക്കണോ, വേണ്ട അല്ലേ. അവർക്ക് നമുക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് അല്ലേ. അല്ലെങ്കിൽ അവർക്ക് മരണം സംഭവിക്കും അല്ലേ. അപ്പൊ അങ്ങനെ പേഷ്യൻസിന്റെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്ന, തരംതിരിക്കുന്ന ആ ഒരു ഏരിയയാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രയേജ് സെക്ഷൻ നമ്മുടെ ഹോസ്പിറ്റലില് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് വെയിറ്റിംഗ് ഏരിയാസ് അല്ലെ. പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള ഏരിയാസ് കണ്ടിട്ടില്ലേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പുറത്തായിട്ട് അല്ലെ, പുറത്തായിട്ട്. അപ്പൊ അങ്ങനെയുള്ള വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് അല്ലെ. നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ പ്രവർത്തനങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് റെസൂസിറ്റേഷൻ ഏരിയ, പുനരുജ്ജീവന ഏരിയ എന്ന് പറയും. എന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ചിലപ്പോ കൊണ്ടുവരുന്ന പേഷ്യൻസിന് CPR അല്ലെങ്കിൽ ഡിഫിബ്രിലേറ്റേഴ്സിന്റെ സഹായങ്ങളൊക്കെ ആവശ്യമായ സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ. എന്താണ് അവര് പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കില്ലേ, ഫസ്റ്റ് എയ്ഡ്. അപ്പൊ അങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഏരിയ. അപ്പൊ ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ കൂടുതൽ പ്രാവീണ്യമുള്ള, എഫിഷ്യൻസി ഉള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ആ ഒരു ഏരിയാസിലെ സജ്ജമായിരിക്കും. ഓക്കെയാണോ? അപ്പൊ എല്ലാം കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് അവരെ സോർട്ട് ചെയ്യുന്ന അല്ലെ, അവർ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവരെ തരംതിരിക്കുന്ന ഏരിയാസ്. റെസൂസിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് ഫസ്റ്റ് എയ്ഡ് ആണോ അല്ലെ, അങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുന്ന CPR. പിന്നെ ചിലപ്പോ പെട്ടെന്ന് ഹാർട്ടിന്റെ പ്രവർത്തനമൊക്കെ നിന്ന് ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിഫിബ്രിലേറ്റർ പോലെയുള്ള എക്യുപ്മെന്റ്സുകൾ വെച്ച് കണ്ടിട്ട് അവരെ നോർമൽ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഡിഫിബ്രിലേറ്റേഴ്സ്, അപ്പൊ അങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുന്ന ഏരിയയാണ് റെസൂസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു ഓൾ. ഇമ്പോർട്ടന്റ് പോയിന്റ് ഫങ്ഷണൽ ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.